ദേ കാപ്പി. കാപ്പി കുടിക്കാൻ. ആരാ അലാറം വെച്ചത്? ഞാനാ. എന്നെ ഉണർത്താനാണ്? ഉറങ്ങാത്ത ആളിനെ ഉണർത്തേണ്ട കാര്യമില്ലല്ലോ. പിന്നെ സമയം ഓർമ്മിപ്പിക്കുകയെങ്കിലും ചെയ്യാമെന്ന് കരുതിയാണ് അലാറം വെച്ചത്. ഈ എഴുത്തൊന്ന് നിർത്തിയാട്ടെ, കാപ്പി കുടിക്കാൻ. ഒരു വിചിത്രമായ കൊലക്കേസിന്റെ വിധി പറയേണ്ട ദിവസമാണെന്ന്. അതിനുവേണ്ടിയാണ് 4-5 രാത്രികളായി ഞാൻ ഉറക്കം വിളയ്ക്കുന്നത്. അതുകൊണ്ട് വിശ്രമിക്കാതെയും വിശക്കുമ്പോൾ ആഹാരം കഴിക്കാതെയും ഇരിക്കണമെന്നുണ്ടോ? ഒരു ജഡ്ജ് എന്ന നിലയ്ക്ക് എന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് എനിക്കേ അറിയാം. സത്യം കയ്യിൽ നിന്നും ചോർന്നു പോയാൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടും. അങ്ങനെ വന്നാൽ കേസിലെ പ്രതിയേക്കാൾ കുറ്റവാളി വിധി പറയുന്ന ന്യായാധിപനാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഐ ആം ജസ്റ്റിസ് ദേവരാജൻ. ഇതെല്ലാം ശരിയാണ്. പക്ഷേ അങ്ങയുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ചുമതല ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എനിക്കില്ലേ? പരിഭവിക്കില്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. എന്താണ്? അങ്ങേക്ക് ജഡ്ജിയുടെ പോസ്റ്റ് കിട്ടിയതിനു ശേഷം ഒരു നിമിഷം പോലും സ്വസ്ഥതയോടെ കണ്ടിട്ടില്ല. എന്നും അഡ്വക്കേറ്റായി തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നെന്ന് എനിക്ക് തോന്നിപ്പോന്നു. ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും തകർത്തുകൊണ്ടൊഴുകാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നദിയായിരിക്കണം. പക്ഷേ ഏതൊഴുക്കിനെയും ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരു സമുദ്രമായിരിക്കണം ഒരു ജഡ്ജ്. ഞാൻ തോറ്റിരിക്കുന്നു. കുടുംബത്തിൽ നീയും കോടതിയിൽ ഞാനും തോൽക്കാൻ പാടില്ല. അതല്ലേ നമ്മുടെ ജീവിതം. മതി മതി മതി. വെള്ളം തണുക്കുന്നതിന് മുമ്പ് പോയി കുളിച്ചാട്ടെ. ശാരദേ, ശാരദേ, വരുന്നു. എന്താ കഴിക്കാത്തത്? ഞാൻ രാജനെ ഓർമ്മിച്ചുപോയി. പലരെയും ശിക്ഷിക്കുന്ന എന്നെ എന്റെ മകൻ ശിക്ഷിക്കുകയാണ്. ഇറക്കി വിട്ടത് കൊണ്ടല്ലേ അവൻ വീട് വിട്ടു പോയത്. അങ്ങ് അവനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവൻ തിരിച്ചു വരും. ഇല്ല, ഞാൻ അവനെ വിളിക്കില്ല. ഒരേ ഒരു മോനുള്ളത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് നമ്മുടെ കുടുംബത്തിന് അപമാനമല്ലേ? അത് അവൻ കൂടി ആലോചിക്കേണ്ട കാര്യമാണ്. സ്വന്തം മോനോട് ഇത്രയും വാശി വേണം? അപ്പൊ അവൻ എന്നോട് വാശി പിടിക്കാമല്ലേ? അത് അവൻ ജസ്റ്റിസ് ദേവരാജിന് ജനിച്ചത് കൊണ്ടായിരിക്കും. ശാരദേ, അങ്ങയുടെ സ്വഭാവം അവൻ ഇല്ലാതിരിക്കുമോ? ഞാൻ എന്റെ കോളേജിലെ ലെക്ചർമാരാരെയും ആസിഡ് ബൾബ് എറിഞ്ഞിട്ടില്ല. അവൻ അത് ചെയ്ത ഗുരുത്വദോഷിയാണ്. അതുകൊണ്ടാണ് ഞാൻ അവനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയത്. നീ എന്താ ചിരിക്കുന്നത്? പണ്ട് എന്നോട് ഒരുമിച്ച് കോളേജിൽ പഠിച്ചിരുന്ന ഒരാളുടെ കാര്യം ഓർമ്മ. വിദ്യാർത്ഥിയെ തല്ലിയ പോലീസ് ഇൻസ്പെക്ടറുടെ ക്രോസ് ബെൽറ്റ് പിടിച്ചു പൊട്ടിച്ച് കരണം പോച്ചുവിട്ട കാര്യം ഓർക്കുന്നുണ്ടോ? ഞാനത് ചെയ്തത് അനീതി കണ്ടു നിൽക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ്. എന്നാലേ അവൻ ചെയ്തതിനും ഇതുപോലെ എന്തെങ്കിലും കാരണം കാണും. നീ എപ്പോഴും മോന്റെ ഭാഗത്താണല്ലോ. ഞാൻ അമ്മയല്ലേ? ഓ, നിന്നെപ്പോലെ അമ്മ ആർക്കും കിട്ടൂല. അനീതി കഴിച്ചിട്ട് ബാക്കി സംസാരിച്ചാ മതി. ആരാണെന്ന് നോക്കൂ. ആരാണ്? ജഡ്ജ് അദ്ദേഹത്തൊന്ന് കാണണമായിരുന്നു. കാപ്പി കുടിച്ചോണ്ടിരിക്കുകയാണ്. എന്താ വേണ്ടേ? ഇത് നേരിട്ട് കൊടുക്കാൻ വേണ്ടി ഒരാൾ തന്നയച്ചതാ. ആര്? നേരത്തെ ഫോൺ ചേർന്ന സ്നേഹിതനാണെന്ന് പറഞ്ഞാൽ മതി, അദ്ദേഹത്തിന് മനസ്സിലാകും. ഇതെന്താ? അതെനിക്കറിയില്ല, ചേച്ചി കൊടുത്താ മതി. ശരി. എന്തായി? എനിക്കറിയില്ല. അങ്ങേക്ക് ഫോൺ ചെയ്തിരുന്ന ഫ്രണ്ട് കൊടുത്തയച്ചാണെന്നും പറഞ്ഞിട്ട് ഒരാളിത് കൊണ്ടുവന്നു.
നിങ്ങളുടെ കയ്യിലാണ് സെബാസ്റ്റ്യന്റെ ജീവിതം നിലനിൽക്കുന്നത്. ഈ തുക എടുത്തുകൊണ്ട് പ്രതിയെ വെറുതെ വിടുക. സെബാസ്റ്റ്യൻ രക്ഷപ്പെടുത്തുന്നതിന്റെ പേരിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടരുത്. ഉദ്യോഗം പോയാലും ഇന്ന് വാങ്ങുന്നതിന്റെ 10 ഇരട്ടി ശമ്പളം വീട്ടിൽ രഹസ്യമായി എത്തിച്ചു തരാൻ കഴിയുന്ന ആളാണ് ഈ കത്തെഴുതുന്നത്. ഇത് നിഷേധിച്ചാൽ വിധിപ്പകർപ്പിലെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് അപകടം സംഭവിക്കുന്നത് നിങ്ങൾക്കായിരിക്കും. ആരായി സെബാസ്റ്റ്യൻ? ഒരു ഫിഷിംഗ് ബോട്ട് കമ്പനിയുടെ മാനേജിംഗ് പാർട്ണർ. അയാൾ മറ്റൊരു പാർട്ണർ കൊല ചെയ്ത കേസാണ് ഇന്ന് ഞാൻ വിധി പറയാൻ പോകുന്നത്. എനിക്കാകെ ഭയമാവുന്നു. നീ ഭയപ്പെടാതെ. ഇത് കൊണ്ടുവന്നവനെവിടെ? അയാളെ കാണുന്നില്ലല്ലോ. അവനെ കാണില്ല. ഇവിടുത്തെ ജനങ്ങളുടെ ആരാധ്യ പുരുഷനായ ഒരു മനുഷ്യനെയാണ് സെബാസ്റ്റ്യൻ കൊല ചെയ്തത്. ഈ കേസ് എന്താകുമെന്നറിയാൻ ജനങ്ങളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിധി എഴുതുന്ന എന്റെ കയ്യിൽ പണം കൊണ്ട് വിലങ്ങ് വയ്ക്കാൻ ശ്രമിക്കുന്നത്. കോടതിയിൽ പോകാൻ സമയമാണ്. ഞാൻ വരട്ടെ. കൊണ്ടുവരും. ജലകന്യക എന്നറിയപ്പെടുന്ന ഷിപ്പിംഗ് ബോട്ട് ഏജൻസിയുടെ പാർട്ണർ ബേബി എന്ന ആളിനെ മാനേജിംഗ് പാർട്ണറായ സെബാസ്റ്റ്യൻ കരുതിക്കൂട്ടി കൊല ചെയ്തു എന്നാണ് ഈ കേസിൽ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ബേബി എന്ന ആൾ കമ്പനിയുടെ പാർട്ണർ മാത്രമല്ല, ഫൗണ്ടർ കൂടിയാണെന്ന് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. തനിക്ക് കൂടി പങ്കാളിത്തവും പണമുടക്കുമുള്ള ബോട്ടുകളിൽ നിയമവിരുദ്ധമായി കള്ളക്കടത്ത് സാധനങ്ങൾ കയറ്റിക്കൊണ്ടുവരുന്നതിന് ബേബി എന്ന ആളിന് എതിർപ്പുണ്ടായിരുന്നതും അതിന്റെ പേരിൽ സെബാസ്റ്റ്യൻ ബേബിയെ കൊല ചെയ്യുകയും അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കപടമാർഗങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തുവെന്ന് കോടതിക്ക് സത്യസന്ധമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ ഈ കേസിലെ പ്രതിയായ സെബാസ്റ്റ്യനെ IPC 302 വകുപ്പനുസരിച്ച് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കുവാൻ കോടതി ഉത്തരവായിരിക്കുന്നു. കോടതി പിരിഞ്ഞിരിക്കുന്നു.
അദ്ദേഹത്തിനൊന്ന് കാണണമെന്ന് പറയുന്നു. ഇരിക്കൂ ഖാദർ. ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസിന് വളരെ പാടുപെടേണ്ടി വന്നു അല്ലേ? അതെ, അടുത്ത കാലത്തൊന്നും ഒരു കേസിന്റെ വിധി അറിയാൻ ആളുകൾ ഇത്രയും ആവേശം കാണിച്ചിട്ടില്ല. കൊല ചെയ്യപ്പെട്ട മനുഷ്യൻ വളരെ ജനസമ്മതി ഉണ്ടായിരുന്ന ആളല്ലേ? ഏതായാലും സെബാസ്റ്റ്യൻ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ആരും വിചാരിച്ചില്ല. അതിന് പല കാരണങ്ങളുണ്ട്. എന്താണ്? നമ്മൾ സ്നേഹിതന്മാരെന്ന നിലയിൽ ഞാനത് തുറന്നു പറഞ്ഞാൽ ഖാദർ ഫീൽ ചെയ്യരുത്. മനസ്സിലായില്ല. ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട ചിലരെയെങ്കിലും സെബാസ്റ്റ്യൻ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇല്ലെന്നോ? ഇത് കണ്ടോ? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈ പ്രശ്നം വളരെ രഹസ്യമായി കൈകാര്യം ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഫോണിൽ കൂടി വിവരം അറിയിക്കാതെ ഇത് നേരിട്ടെത്തിക്കാൻ തീരുമാനിച്ചത്. ഇതുപോലെ പലരെയും അവൻ വലയിൽ വീഴ്ത്താൻ ശ്രമിച്ചിരിക്കും. ഇപ്പൊ ബോധ്യമായോ? ബി കെയർഫുൾ. അവനെ ശിക്ഷിക്കാൻ ഏറ്റവും വലിയ സാധ്യത ഉണ്ടാക്കി തന്നത് ഡോക്ടർ ബഷീറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ബഷീറിനെ പ്രത്യേകം നമ്മൾ അഭിനന്ദിച്ചേ മതിയാവൂ. ഇത്ര ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുന്നു, തനിക്ക് എന്നെ കണ്ണു കാണാൻ പാടില്ല. താനെന്താ കൊച്ചിയാടവനാണോ? വഴിക്ക് വെച്ച് പേപ്പട്ടി കടിച്ചോണ്ട് ഓടി വന്നാണ്. ആഹാ, എന്നാൽ ഇന്നിനി പേപ്പട്ടി കുത്തിവെപ്പ് ഇവിടെ ഇല്ല. അയ്യോ, അത് കടിച്ച പട്ടിക്ക് അറിയത്തില്ലേ? 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 താനൊരു കാര്യം ചെയ്യും, കടിച്ച പട്ടിയോടെ ഇന്ന് വിവരം പറഞ്ഞേ നാളെ വാ. കടിച്ച പട്ടി ഇവനെക്കാളും വേദനാണ്. നിക്ക് എങ്ങോട്ടാ? മിസ്റ്റർ, എനിക്ക് ഡോക്ടർ ബഷീറിനെ ഒന്ന് കാണാം. അയ്യോ, അവിടെ ഭയങ്കര തിരക്കാണ്. കാണണമെങ്കിൽ ക്യൂ നിൽക്കണം. നിൽക്ക്. ആ, വായി മുറിച്ചിരിക്കാതെ പോറും. ആ, താൻ പോ. നെഞ്ചുവേദന എങ്ങനെയുണ്ട്? ഒട്ടും കുറവില്ല ഡോക്ടർ. ഞാൻ ഇന്നലെ കുറിച്ച് പിൽസ് കഴിച്ചില്ലേ? കഴിച്ചു. എന്തായി? ഈ കുഞ്ഞിന്റെ അച്ഛൻ എന്താ ജോലി? അച്ഛൻ മരിച്ചുപോയി ഡോക്ടർ. ഇതാ, പോയി ടോണിക്ക് വാങ്ങിച്ചോളൂ. വലിയ ഉപകാരം ഡോക്ടർ. എന്താ അസുഖം? പ്രേമനൈരാശ്യം. ഓഹോ, അതിനുള്ള ചികിത്സ ഇവിടില്ല. ഞാൻ വന്നിട്ട് എത്ര നേരമായിരുന്നു? ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ആ കമ്പൗണ്ടർ അനുവദിച്ചില്ല. അയാള് പുതിയ ആളാ, റസിയെ അറിയാഞ്ഞിട്ടാ. അല്ല, ആരിത്? റസിയയോ? പിന്നെന്തൊക്കെയാണ്? ഞാൻ ഇദ്ദേഹത്തെ കണ്ട് ഒരു കാര്യം പറയാനാണ് അങ്കിൾ വന്നത്. എന്തായാലും റസിയെ ഇങ്ങനെ നിർത്തി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. ബഷീർ സംസാരിച്ചോളൂ, ഞാൻ പോയേക്കാം. എന്തെങ്കിലും കാണാനത്? ഇന്നലെ മെഡിക്കൽ അസോസിയേഷന്റെ കോൺഫറൻസ് ഉണ്ടായിരുന്നുണ്ടാ കാണാൻ കഴിയാഞ്ഞത്. എന്നാ ഒരു ഫോൺ ചെയ്യാമായിരുന്നില്ലേ? ഫോൺ ചെയ്താൽ ചിലപ്പോ നിന്റെ വാപ്പയായിരിക്കും ഫോൺ എടുക്കുന്നത്. എന്താ, വാപ്പയെ ഭയമാണോ? ആ, അതല്ല, നിന്റെ വാപ്പയോട് എനിക്ക് ബഹുമാനമാണ്, അദ്ദേഹത്തിന് എന്നോടും. ആ നിലയ്ക്ക് നമ്മൾ തമ്മിൽ ഒരു ലൈനാണെന്ന് അറിഞ്ഞ അദ്ദേഹത്തിന് എന്ത് തോന്നും? നമ്മൾ ജീവിക്കുന്നത് 20-ാം നൂറ്റാണ്ടിലാ. ഞാനൊരാളെ സ്നേഹിക്കുന്നെന്നറിഞ്ഞാൽ എന്റെ വാപ്പ എന്നെ കൊല്ലിയൊന്നുമില്ല. പ്രസംഗം നന്നായിട്ടുണ്ട്, തൽക്കാലം പോവാൻ നോക്കാം. എനിക്ക് വേറെ രോഗികളെ നോക്കാനുണ്ട്. അയ്യോ, വാപ്പ
വരുന്നുണ്ട്. അതെ. നീ ഒരു കൂട്ടുകാരിയുടെ മാരേജിന് പോകുന്നു എന്നല്ലേ എനിക്ക് ഫോൺ ചെയ്തത്? അതെ അതെ പാപ്പ. എന്നിട്ട് ഇവിടെ അത് പാപ്പ പാപ്പ, ഞാൻ കാർ ഓടിച്ച് വരുന്ന വഴിക്ക് വല്ലാതെ തല ചുറ്റുന്ന പോലെ തോന്നിയത് കൊണ്ടാ ഇവിടെ കയറിയത്. ബഷീർ, ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോ ഈ കുട്ടിയെ വീട്ടിലെത്തിക്കുന്നല്ലേ ഞാൻ പറഞ്ഞത്? അതെ ഡോക്ടർ. ഏതായാലും വരുന്ന വഴിക്ക് അപകടമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല അങ്കിൾ. തനിയെ ഡ്രൈവ് ചെയ്ത് പോരുന്ന പലപ്പോഴും ഞാൻ ഇവളോട് പറഞ്ഞിട്ടുള്ളതാ. തനിക്കൊരു ഡ്രൈവർ വെച്ചുകൂടോ? ഇപ്പൊ തൽക്കാലം വീട്ടിലേക്ക് പോയിക്കോളൂ. അവൾ ഇത്രയും വളർന്നെങ്കിലും ഇപ്പോഴും കുട്ടിക്കാലത്തെ സ്വഭാവം മാറിയിട്ടില്ല. നിനക്ക് മാറിയിട്ടുണ്ടോ? ബഷീർ, നിന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. പ്രത്യേകിച്ച് സെബാസ്റ്റ്യന്റെ കേസിലെ ജഡ്ജ്മെന്റ് നീ അറിഞ്ഞില്ലേ? ഓഹോ, അതാണോ കാര്യം? ആ കാര്യത്തിൽ അഭിനന്ദിക്കേണ്ടത് ഈ നിൽക്കുന്ന ആളിനെ. ആ മനുഷ്യൻ ബോട്ടപകടത്തിൽ മരിച്ചു എന്നുള്ള ധാരണയോടെയാ ഞാൻ പോസ്റ്റ്മോർട്ടം നടത്തി. പക്ഷെ ഡെഡ് ബോഡി ഒന്ന് ബുള്ളറ്റ് കണ്ടെടുത്തത് ജോൺ ഡോക്ടർ. അതുകൊണ്ടാണല്ലോ ആക്സിഡന്റ് മർഡർ കേസ് ആയത്. ബഷീർ, മൊയ്തുവിനെ അത്യാവശ്യമായിരിക്കുന്നു കാണണം. വാപ്പ ഇപ്പോ മാർക്കറ്റിൽ കാണും.